ഒരാൾ തേനെടുക്കുമ്പോൾ അതിൻ്റെ മെഴുക് നഷ്ടപ്പെടാതെ ഒട്ടും തന്നെ ഈച്ച ചാകാതെ നമുക്ക് ഈസി ആയിട്ട് തേനെടുക്കാൻ കഴിയുക, ഹാൻഡ് ചെയ്യാൻ കഴിയുക, ആകർഷണീയത ഉണ്ടാകും. ഇല്ല ഇല്ല ഇല്ല. ജാതിക്ക തോട്ടത്തിലല്ല, ഇവിടെ ഈ എറമ്പിൽ ഇവിടെ ഇട്ടാൽ തേനീച്ചോളം, ഇവിടെ ഇട്ടാൽ വളരില്ല, വളർച്ച പോലെ കുറച്ച് കഴിയുമ്പോൾ നശിച്ചു. അല്ലെങ്കിൽ ഇത് വിശാലമായ ഹാളായിരിക്കണം, നല്ല ഹൈറ്റായിട്ട് ഹാളാണെങ്കിൽ ഒരുപാട് സുഖം പറ്റും. ഇല്ലെങ്കിൽ ഇവിടെ കിടന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നശിച്ചു. അല്ലെങ്കിൽ അതുപോലെ ഇവിടെ മുഴുവൻ തുറസായിരുന്നു. അപ്പോൾ നമ്മൾ 1 മീറ്ററിനുള്ളിലാണെങ്കിൽ അത് ശരിയാണ്. ഞൊടിയിൽ തേനീച്ചാണല്ലേ, അന്നേരം പെരയുടെ കോടികൾ ചോദിക്കാം. കൊടിയെന്ന് അത് കോടിയുടെ ഓടിൻ്റെ ഇടയ്ക്കൂടെ താഴെക്കൂടെ അല്ലേ അതിൻ്റെ അടുത്തോട്ട് വരുന്നതാണ്. വലിയ പാറയുടെ ഉള്ളിൽ വലിയ ഒരു 10-20 മീറ്ററും പൊത്തുള്ള പാറകളുണ്ട്, വലിയ ഹൈറ്റ്. അതിൽ തേനീച്ച ഇങ്ങേ സൈഡിലുണ്ടാവും, 1 മീറ്ററിനുള്ളിലുണ്ടാവും. അപ്പോൾ ഒരുപാട് ഇട്ടുള്ള മരത്തിൻ്റെ ചുവട്ടിട്ട് കഴിഞ്ഞാൽ തേനീച്ച ക്രമത്തിൽ നശിച്ചു. അപ്പോൾ എങ്ങനെ കാറ്റത്ത് ലേശം ആടി കൊണ്ടൊന്നും കുഴപ്പമില്ല, ഈ ചെറു കുഴപ്പമൊന്നുമില്ല. പിന്നെ ആടാതിരിക്കണമെങ്കിൽ കമ്പിയും കൊണ്ട് ഒരു കുക്ക് ഉണ്ടാക്കിയിട്ടാണ്, വളച്ചൊരു കുക്ക് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആടില്ല. ഇതിന് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇത്. പിന്നെ ആകർഷണീയത, വ്യത്യസ്തത എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് തേന വളരെ ഈസി ആയിട്ട് എടുക്കാം. പിന്നെ അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് വർഷം മുമ്പ് തന്നെ ഈ PVC-യുടെ ഒരു 3 കൂട് പുള്ളിക്ക് ചുമ്മാ ഒരു കൗതുകത്തിന് സാറ് കുളത്തോളം പറഞ്ഞിട്ടുണ്ട്. പുള്ളി പുഷ്പഗിരി എന്ന് പറഞ്ഞ ഏറ്റവും ചൂടിയ തലപ്പറമ്പിൻ്റെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലമാണ്, അവിടെ മഴ കുറവാണ്. അപ്പോൾ അവിടെയാണ് പെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് സാറിന് ഡിസംബർ ജനുവരി ആദ്യം തന്നെ അവിടെ തേനാണ്. ഞാൻ എൻ്റെ ആയുസിൽ ഇതുപോലെ തേനെടുത്തിട്ടില്ല. ഒരു കുട്ടി നിറച്ചതാണ്. ആദ്യത്തെ പ്രാവശ്യത്തെ തേന പുള്ളി തന്നെ എടുത്തു. പിന്നത്തെ നമ്മളോടൊന്ന് പറഞ്ഞ് എടുത്തു കൊടുത്ത് ഡിവിഷൻ ചെയ്യാൻ പറഞ്ഞ് ഡിവിഷൻ ചെയ്ത് കൊടുത്തു. ഈ കഴിഞ്ഞ വർഷം കുറച്ചുകൂട് അത് പുള്ളി ഡിവിഷൻ ചെയ്ത് കൊടുത്തതിന് കുറച്ച് കൂടുതൽ അധികമായി. അപ്പം പുള്ളിയുടെ വീട്ടാവശ്യത്തിന് കഴിഞ്ഞിട്ടുള്ള തേന എന്നോട് പറഞ്ഞ് എനിക്ക് തന്നാക്കാം, ഇതിന് പകരം എനിക്ക് എത്രയാ നാടൻ തേന ഞൊടിലിൻ്റെ തേൻ കൊടുത്താൽ മതി, അന്നേരം കുറേ കൂടുതൽ വില കിട്ടുമല്ലോ, ഇതിന് നല്ല മാർക്കറ്റാണ്. പിന്നെ അങ്ങനെ കൂടുതൽ തേൻ അധികമായിട്ട് പുള്ളി തന്നു. പുള്ളി പറഞ്ഞത് എൻ്റെ ആയുസിൽ ഞാനിത് മാത്രം തേൻ എടുത്തിട്ടില്ല, അതും വേറെ ഈസിയായി 2 മിനിറ്റ് കൊണ്ട് തേനെടുക്കാവുന്ന ഒരു സിസ്റ്റം. അങ്ങനെ ഇത് കൂടിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞല്ലോ. പിന്നെ കൂടിൻ്റെ പറ്റി പറയാൻ കാര്യം, വലിയ മുടക്ക് മുതലുണ്ടെന്ന് വിചാരിച്ചിരുന്നില്ല. കലത്തിൻ്റെ അകത്ത് ചെറിയ കലമാണെങ്കിൽ ഒരു 2 ലിറ്റർ ഉള്ളത് കലത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, കൂടടിക്കാത്തടുത്ത് വെച്ചാൽ മതി. പക്ഷേ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കുറേ ഈച്ച അതിൻ്റെ അകത്ത് മൂന്നിച്ചാണ്. അതുപോലെ മുളയ്ക്കകത്ത് വളർത്താം, പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. വളരെ എളുപ്പമാണ്. ഞാൻ കാണിച്ചത് അത് കുഴപ്പമൊന്നുമില്ല. ഈ ക്ലാസ് എടുക്കുന്നിടത്ത് കുറച്ച് കൂടുതൽ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ പറയാറുണ്ട്, നിവൃത്തി ഉള്ളത്തോളം ചെറുതേനീച്ചയ്ക്ക് ആഹാരം കൊടുക്കാനേ പാടില്ല. നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ ഒരു പാത്രത്തിൽ ഉറുമ്പ് കയറാതെ ഇരിക്കുക, പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് തേന കുറച്ച് കാലത്തിൽ ഒഴിച്ചിട്ട് വെറുതെ ഇരുട്ടിയോ കമ്പോ എന്തെങ്കിലും മുറിച്ചെടുക്കുക അതിൻ്റെ അകത്ത് പോലെയോ, അല്ലെങ്കിൽ കയർ മതി. നമ്മൾ ചകിരിക്കടി ചൂടിക്കയർ പറയും, ഇവിടെ നമ്മൾ തന്നെ കയറില്ല, വണ്ണം കുറഞ്ഞ കയർ പീസായിട്ട് മുറിച്ചിട്ടാൽ അതിൻ്റെ അകത്ത് അല്പം തേൻ ഒഴിച്ച് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ചെറുതേനീച്ച വരും. അത് ഏത് തേനും എടുക്കും, ഏത് മധുരം എടുക്കും. അപ്പോൾ അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഏതെങ്കിലും തേനിച്ചിരിക്കുന്നതിന് 2 പൂക്കൾ കുറച്ചങ്ങോട്ട് വെച്ചാലും മതി. ഒന്നും നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു ശവസംസ്കാരം നടത്തുകയാണ്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഫ്രീസറിൽ വെച്ചിട്ട് ബോഡി ഇറക്കി വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് മുല്ലപ്പൂ മാലകൾ, മുല്ലപ്പൂവിൻ്റെ കെട്ട്, എത്ര ചെറുതേനീച്ച അവിടെ എത്ര ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പൂക്കൾ എവിടെ ഉണ്ടെങ്കിലും അത് പഠിച്ചു വെച്ചാൽ തേനീച്ചോട് വരും. ഇത് ഒരിക്കലും എടുത്ത് പഠിച്ചാൽ ആ കൃത്യസമയത്ത് അവിടെ തേനീച്ചെത്തും. നമ്മുടെ കരിമ്പ് ജ്യൂസ് അടിക്കുന്നിടത്ത് കാണുമ്പോൾ എത്രയാ ഈച്ച വരുന്നത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വരും. പക്ഷേ നമ്മളിത് കൃത്രിമമായിട്ട് തേൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വ്യവസ്ഥ നഷ്ടപ്പെടുകയും എന്തെങ്കിലും നമ്മൾ അറിയാത്ത രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളിലേക്കോ ഇത് കടന്നു പോകുകയും. അങ്ങനെ കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരം ചെടികൾ, തേനീച്ചയ്ക്ക് വ്യത്യസ്ത സമയത്ത് പൂക്കളുണ്ടാകുന്ന ചില ചെടികൾ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഇവിടെ കാണിക്കാം. ഡോംബിയയുടെ പ്രത്യേക ഡോംബിയ, ചണൽക്കപ്പ, റബ്ബർ, ഈ 3 ഒരു പ്രത്യേകത. ഡോംബിയയുടെ ഒരുപാട് വർഷം മുമ്പ് നമ്മൾ ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ലാത്ത കാലത്ത് നമുക്കിത് കിട്ടിയതാണ്. ചെമ്പേടി ഞാനിട്ട പേരാണ്. ഞാൻ ഈ ചെമ്പേടി എന്ന് പേരിടാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേരെന്നാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് എനിക്കറിയത്തില്ല. പിന്നെ ഇതിൻ്റെ പൂവ് റോസ് കളറാണ്. ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈ ഫ്ലവർ ഇട്ടുകൊണ്ട് വെക്കാം, ചെമ്പ് കളറാണ്. അതുകൊണ്ട് അത് ഇതിന് ചെമ്പിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെമ്പെന്നൊരു പേരിട്ട് കൊടുത്തു. ആ പേര് നമ്മുടെ നാടൻ രീതിയിൽ ചെമ്പേടി എന്നൊരു പേരായിട്ട് അങ്ങോട്ട്
ആകുകയാണ് ചെമ്പൂരിലെ മഡാഗസ്കർ നമ്മുടെ വാനിലയുടെ നാട്. പക്ഷെ നമ്മളൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ചരിത്രം അറിയുന്നു. ഇത് ഇപ്പം കേരളത്തിലെ എല്ലാ ജില്ലയിലുമായി നമുക്ക് ഒരിടത്തും കർണാടകത്തിലും തമിഴ്നാട്ടിലും പിന്നെ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. മിക്കവാറുള്ള സംസ്ഥാനങ്ങളിലും എത്തിച്ചിട്ടുണ്ട്. അല്ല അതിന്റെ ഫാമിലിയായിട്ടല്ല, ഇതിന്റെ ഈ ഇലയുടെ സാമ്യമുള്ള 20 ചെല്ലുകാലം വൃക്ഷങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ചേഞ്ച് റോസ് ഉണ്ട്, പിന്നെ വെളുപ്പെന്ന് പറഞ്ഞ ഒരു ചെടിയുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് കട്ട അങ്ങനത്തെ ഒരു ചെടിയുണ്ട്, അങ്ങനെയുള്ളതുണ്ട്. അങ്ങനെ ഇതിന്റെ സമാനമായ ഒരുപാട് ചെടികൾ ഇലകളുള്ളതുണ്ട്. പക്ഷെ ഇതിന്റെ രീതി അതങ്ങനെയല്ല. ഇത് നമ്മുടെ സീസണിൽ ഇവിടെ പൂക്കുന്നത് നവംബർ മാസത്തിലാണ്. മഴ കുറഞ്ഞ സ്ഥലത്ത് ആണെങ്കിൽ ഒക്ടോബറിൽ പൂക്കാൻ തുടങ്ങും. നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇതിന്റെ സീസൺ. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി കൊണ്ട് ദിവസം പൂ തീരും. പൂ ഉണ്ടാകിയിരുന്നല്ല, വെള്ളം കൊടുത്തു കഴിഞ്ഞ് പൂവും. പ്രധാനമായിട്ട് പൂവിന്റെ സമയം അതാണ്. ഇതിന്റെ ഓരോ ഇലക്കണ്ണിലും ഓരോ പൂക്കൾ വരും. നമ്മൾ കാപ്പി, നമ്മൾക്ക് ഇവിടെ ആരും കാപ്പി എന്തായാലും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അല്ലേ. ഒരു കട്ട പൂവാണ് അല്ലേ, കുറെ പൂക്കൾ കൂടിയിട്ട് ഒരു കൊല ഉണ്ടാകും കാപ്പിയുടെ. ഇങ്ങനെ ഓരോ കൈയുടെ അടിക്കും, ഓരോ ഇല അടിക്കും. അത് വലിയ ഓരോ ഇനത്തിനനുസരിച്ചിട്ട് അതിന് വലുപ്പം കൂടുണ്ടാകും. അത് ഇങ്ങനെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുട്ട് വളരാൻ തുടങ്ങും. ഇത്ര അതിനൊരു നിശ്ചിത അളവ്, അതിൻ്റെ മുകളിൽ ഒരു പശയുണ്ട്. അത് ഒളിച്ചു പോകുന്ന എത്ര മഴ എപ്പം കിട്ടിയാൽ, വെള്ളം കിട്ടിയാൽ, മഴയോ വെള്ളമോ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പശ ഒളിച്ചു പോയി കഴിഞ്ഞാൽ അപ്പോഴേ പൂ വിരിയും. എല്ലാം കൂടെ ഒറ്റ ദിവസം ഓരോ ഏരിയയിൽ അങ്ങോട്ട് വിരിയും. വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിൽ പണ്ടാന തേനിച്ച പൂമ്പൊടി ഇടും. അത് കഴിഞ്ഞ് തേനെടുക്കാൻ നടക്കുമ്പോഴത്തേനും ഈ ഒരു ദിവസം കൊണ്ട് ഈ പൂവും കൂടെ കരിഞ്ഞു ഇറന്നു പോയി. ഇതിന് വെളുപ്പ് നിറവാണ്. അതേ വലിപ്പ് ഏകദേശം അതിനേക്കാൾ അല്പം കൂടെ വലിപ്പം കൂടുതലുണ്ട് ഈ ചെമ്പിയടിയുടെ പൂവിന്. ഈ ചെമ്പിയടിയുടെ പ്രത്യേകത, കാപ്പിപ്പൂവിൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് ശരിയാണെങ്കിൽ നമ്മൾ 2-3 പെട്ടി ഇരിക്കുന്നിടത്ത് നാടൻ കാപ്പിയും കൂടെ ആണെങ്കിൽ ഏകദേശം നന്നായിട്ട് സൂപ്പർ ചേമ്പറിൽ തേൻ നിറയുന്നതിനേക്കാളും പകുതി പൂമ്പൊടിയായിരിക്കുന്നത്. അത്രയും പൂമ്പൊടിയും ബാക്കി തേനുമായിരിക്കും. അതിൻ്റെ സ്വാദം കിട്ടും. ഇതുപോലെ കുറേ ദിവസം നമുക്ക് കിട്ടിയെങ്കിലോ എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അതാണ് ചെമ്പേടി. ഇതിൻ്റെ ഓരോ ഇല കഷത്തിൽ നിന്ന് ഇങ്ങനെ പൂക്കലകൾ വന്നുകൊണ്ടിരിക്കും. ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു കൊല വിരിച്ച് തീരുന്നില്ല. ഇത് പല ദിവസം നിൽക്കും. ഇപ്പം വെളുപ്പിന് ഇപ്പോൾ ഇറ്റാലി തേനീച്ചൊക്കെ ആണെങ്കിൽ 5:30 ആകുമ്പോൾ, ഇപ്പം ഈ 2 മഴയും കൂടെ പോയപ്പം 5:30 ആകുമ്പോൾ ഒരു വലിയ ഇരപ്പ് കാണാം. ഇപ്പം വന്നിട്ട് പരമാവധി എടുത്തിട്ടാണ്. ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കാപ്പിപ്പൂരം എടുക്കുന്നവർ എടുക്കാൻ പറ്റും. അങ്ങനെ തുടർച്ചയായിട്ട് 2-3 മാസം ഇതിന് തേനും പൂപ്പൊടിയും ഇതിൽ കിട്ടണം. ഇനി ഓട്ടോമാറ്റിക് റബ്ബറിലാകുമ്പോൾ റബ്ബറിലുള്ള മധുരമുള്ള കൂടുതൽ തേൻ കിട്ടുമ്പോഴത്തേന് ഈച്ച അങ്ങോട്ട് മാറുന്നു. ഇതിൽ പൂ തീരുന്നതിന് മുമ്പ് തന്നെ ഈച്ച സെക്ഷനിലോട്ട് മാറുന്നു. ഇതിൻ്റെ പ്രത്യേകത 2-3 പ്രത്യേകത. അതുപോലെ തന്നെ ചെറുതേനീച്ചയായാലും ഞൊഴൽ തേനീച്ചയായാലും തണൽ കപ്പ അല്ലെങ്കിൽ റബ്ബർ കപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ റബ്ബർ ബോർഡിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. ഞാൻ ഏതാണ്ട് 85-84 പൂഞ്ഞാറ് വരുമ്പം വല്യപ്പന് ഒരെണ്ണം ഈ മുറ്റത്ത് നട്ട് വെച്ചിട്ടുണ്ട്, തണൽ കപ്പയാണ്. ഇത് തണലാണെന്ന് പറഞ്ഞത് വണ്ണമുണ്ട്. ഞാൻ ഉടനെ എൻ്റെ 3-4 കമ്പ് വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് ഞാൻ നോക്കുന്നിടത്ത് നിറച്ച് തേനീച്ച. എൻ്റെ നോട്ടം പൂവിലോട്ടല്ല, എപ്പോഴും ഇതിൻ്റെ പൂവ വരുന്ന തേനീച്ച ആയിരിക്കും നോക്കുന്നത്. ഏത് ചെടിയാണെങ്കിലും ഏത് പള്ളയാണെങ്കിലും അത് തേനീച്ച എങ്ങനെ വരുന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുക. അതിൻ്റെ ആകർഷകതാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നല്ല ഉച്ച സമയത്ത് വരുന്നുണ്ട്. ഉടനെ ഇതിൻ്റെ കമ്പ് വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് അന്ന് അവിടെ ആലപ്പുഴ നട്ടുവെടുക്കും. അതായത് 100 കണക്കിനാണ്. അപ്പോൾ ഈ കപ്പയുടെ പ്രത്യേകത, ഇപ്പോൾ അതിനൊരു മറ്റേ വെള്ളീച്ചയുടെ ശല്യമൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെ ഈ ഏകദേശം മെയ് മാസം മുതൽ നവംബർ മാസം വരെ തുടർച്ചയായിട്ട് പൂക്കളുണ്ടാവും. നമ്മൾ മറ്റേ നാടൻ കപ്പയ്ക്കാണെങ്കിൽ ഏകദേശം ഒരു 10-11 മണിക്കാണെങ്കിൽ ഇതിന് 12 മണിക്ക് ശേഷമാണ് പൂ വിരിയാൻ തുടങ്ങുന്നത്. ഈ 12 മണിയോടുകൂടി ഈ പൂ ഇങ്ങോട്ട് വിരിഞ്ഞ് വരുന്നതിന് മുമ്പ് ചെറുതേനീച്ച ഇത് കടിച്ച് തുറന്നകത്ത് കയറിയിട്ട് ഇവൻ തേനും പൂവും എടുത്തിട്ടുള്ളൂ. സെക്കൻഡ് നൊടിയിലും ബാക്കി തേനീച്ച വരും. ഇത് അതിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ കുളവ ഉണ്ടെങ്കിൽ കുളവയും വരും, പിന്നെ കോൾത്തേനീച്ച ഉണ്ടെങ്കിൽ കോൾത്തേനീച്ചയും വരും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് മെയ് മാസം മുതൽ നമുക്ക് മഴക്കാലത്ത് നവംബർ വരെയാണ്. നവംബറിൽ ചെമ്പേടി പൂക്കുന്നു. ഈ ചെമ്പേടിയുടെ പൂ തീരുന്നതിന് മുമ്പ് റബ്ബറിലായി തീർന്നു കഴിയുമ്പോൾ ഉടനെ കപ്പയിലായി, പൂക്കളായി, അപ്പം തേനും പൂമ്പൊടിയായി. ഇങ്ങനെ ഒരു സൈക്കിള് ഈ 3 ചെടി കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യുക, ഈ ചക്രം തയ്ക്കാം. അപ്പം ഫീഡിങ്ങിൻ്റെ ഒരു കുഴപ്പം, ഒരു 10 പെട്ടി തേനീച്ചുള്ള ഒരാൾക്ക് 10 പെട്ടിക്ക് നമുക്ക് ഫീഡ് ചെയ്യാൻ പോകാം. ചെറുതേനീച്ച നമുക്ക് ചെയ്യാം, നഴ്സറിയുടെ സ്ഥലത്ത് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഇത് പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പറ്റുന്ന വെച്ചാൽ ഇത് എന്തും ഈ കുറുക്കോഴി തേടിയിട്ട് ഇപ്പോൾ ഇറച്ചിക്കോഴി പോലെ 40 ദിവസം കൊണ്ട് ആദ്യം ആക്കാന്നുള്ളൊരു പരിപാടിയിലോട്ട് വന്നു. അതോടുകൂടി രോഗങ്ങളായിരുന്നു. രോഗം വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ പിടിച്ചാൽ കിട്ടാനാവും. ഇപ്പം നമുക്കത് ഇത് സ്പ്രെഡ് ചെയ്ത് ഞങ്ങളിപ്പോൾ 100 കണക്കിന് പല ഏരിയകളായിട്ട് കേരളത്തിൻ്റെ അപ്പുറം ചെയ്യുന്നുണ്ട്.
അപ്പം കേരളത്തിൽ മാത്രമേ ഒതുങ്ങുന്നുണ്ട്. അപ്പം പുറത്തോട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അടുത്ത് ചെല്ലുന്നത് തന്നെ ചിലപ്പോൾ ഒരാണ്ടിൽ 2 തൊട്ടാണ്. അപ്പോൾ ചെല്ലാത്തതുകൊണ്ട് കരിക്കൂടൊക്കെ വെച്ചിട്ട് ചിലപ്പം ടാറ്റാ മോട്ടറൊക്കെ ആയിട്ട് ചിലപ്പോൾ ചെല്ലുന്നതായി നിറഞ്ഞൊക്കെ ഇരിക്കും. ചിലത് കൊണ്ടുപോയി കിട്ടിയാൽ അതൊന്നും അങ്ങനെ നോക്കാറില്ല, ലാർജായിട്ട് ചെയ്യാൻ മാത്രം. അപ്പോൾ ഇങ്ങനെയുള്ളിടത്തൊക്കെ തീറ്റ കൊടുക്കാൻ പോകുമ്പോൾ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, സമയം മെനക്കെടും. പിന്നെ തീറ്റ കൊടുക്കുമ്പോൾ ഉറുമ്പ് കയറാതെ നോക്കണം, വേറ്റുള്ള ഈച്ചകൾ ആക്രമിക്കാതിരിക്കാൻ നോക്കണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കുറച്ച് ചെടികൾ നട്ടു വളർത്തുകയാണെങ്കിൽ നമുക്ക് ധാരാളം കിട്ടും. എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. അവർ ചെയ്യാറില്ല. അവരുടെ ഇത് ഇറ്റാലിയൻ തേനീച്ചയും ചെറുതേനീച്ചയും അവരുടെ മെഴുക് പരസ്പരം മോഷിച്ചിട്ടുണ്ട്. അവരുടെ പശയുണ്ട്. ഇറ്റാലിയൻ തേനീച്ചയും ഇതിൻ്റെ മെഴുക് അരക്ക് ശേഖരിക്കാറുണ്ട്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മോഷിക്കാറുണ്ട്. സാധ്യത ഏറ്റവും കുറവാണ്. ഇതിനകത്ത് ഗ്യാപ്പില്ല, ആകെയുള്ളത് എൻട്രൻസ് ആണ്. പിന്നെ അതിലതിരിക്കാനുള്ള വേറെ ഒരുപാട് വഴികളുണ്ട് ചെയ്യാനുണ്ട്. ഉണ്ടല്ലോ, ഉണ്ടോ. ഇപ്പൊ ഏറ്റവും എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കമ്പി ആയാലും നിങ്ങൾ ഒരു ചരട് ചുറ്റുക, അല്ല ഒരു തുണി കഷ്ണം ചുറ്റുക, ഒരു 2 തുള്ളി വേപ്പെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. ഒരു കാരണവശാലും കയറിയില്ല. എങ്ങനെ വേപ്പെണ്ണ ചെറുതേനീച്ച ഏത് ചെറുതേനീച്ചയ്ക്ക് ഒരു 2-3 ദിവസത്തിന് അവർ നമ്മൾ സംരക്ഷിക്കേണ്ടതുള്ളൂ. പിന്നെ ഈച്ചതിനെ സംരക്ഷിച്ചു. അപ്പോൾ ആ ഒരു 3 ദിവസത്തിന് മതി. അത് പിന്നെ തുണിയെ ചുറ്റി ഒതുക്കി വെക്കാമെങ്കിൽ 1 മാസം ഇരുന്നാലും ഒരു കുഴപ്പം. ഇത് വേറൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സാധനം. ഇത് വെറുതെ ഒരു 12 kg കമ്പിയോ 10 kg കമ്പിയോ, ഒരു കമ്പി നമ്മൾ ഒരു PVC, ഇത് ഒരു എൻഡ് ക്യാപ്പ്, ഇത്രയുള്ള മതി. ഇതൊന്ന് ചൂടാക്കിയിട്ട് ഒരു കുടക്കമ്പിക്ക് ഒന്ന് തുളയ്ക്കുക. എന്നിട്ട് ഈ ഒരു കമ്പി അങ്ങോട്ട് കയറ്റിയിടുക. ഒരു തലയ്ക്കം വളയ്ക്കാതിരിക്കുക, ഒരു തലയ്ക്കം വളയ്ക്കാതെ കയറ്റം കിട്ടും. കയറ്റിയതിന് ശേഷം വെറുതെ കൊടിലോട്ട് ഇങ്ങോട്ടൊന്ന് വളയ്ക്കുക. ഇങ്ങനെ ഒന്ന് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു അല്പം അറക്കപ്പൊടി ഇട്ടിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫെവിക്വിക്കോ അല്ലെങ്കിൽ മറ്റേ എംസിലല്ല, എംസിലിനൊക്കെ നമുക്ക് താമസം വരും. നമുക്ക് വുഡ് ഫില്ല് എന്ന് പറയുന്നതാണ്, നമ്മൾ തടി ഒട്ടിക്കുന്നത്. വുഡ് ഫില്ല് ഒരു 2 തുള്ളി ഒഴിച്ച് ശകലം അറക്കപ്പൊടി അവിടെ ഇട്ട് ഇതിലും കുഴപ്പമില്ല, അങ്ങനെ വെച്ചു. വെറും 5 മിനിറ്റ് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞാൽ കുറച്ചു ആ സാധനം ഇവിടെ ഇതിനെ കൊടുത്തിടുക. ഈ ചെറുതേനീച്ചയെ സംബന്ധിച്ച് വേപ്പെണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ശകലം വെള്ളം ഒഴിക്കുക. ഇതെങ്ങനെ തൂക്കിട്ടേക്കുക. ഇനി വേപ്പെണ്ണയാണെങ്കിൽ ഒരു 5 മില്ലി വേപ്പെണ്ണ, 5 മില്ലിയോ 3 മില്ലിയോ വേപ്പെണ്ണ ഒഴിക്കുക. അത്രേ ആവശ്യമുള്ളൂ. കരിവേൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഗുണങ്ങളൊന്നും കിട്ടില്ല. കരിവേൽ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടുന്നത് തന്നെയല്ല. അതവിടെ പിടിച്ചെടുത്ത് ഇത് ഡ്രൈ ആയിട്ട് ഇത് ഉണങ്ങിയിട്ട് അതിൻ്റെ മണ്ടയുടെ ഉറുമ്പിൽ കയറി പോരാൻ. അതുപോലെ കൂനൻ ഉറുമ്പ് എന്ന് പറഞ്ഞാൽ കൂനം വെച്ച് കൂരം മതിക്കുന്നത് കേട്ടില്ല. ഒരു കൂനൻ ഉറുമ്പ് ഇങ്ങനെ മണ്ണിങ്ങനെ കൂന കൂട്ടുന്നതാണ്. അത് ഈ കരിവേലിൻ്റെ മണ്ട കൂടെ കയറി പോകും, വെള്ളത്തിൻ്റെ മണ്ട കൂടെ പാസ് ചെയ്യും. പക്ഷേ ചെറുതേനീച്ചയ്ക്ക് കൂനൻ ഉറുമ്പിൻ്റെ ശല്യമില്ല. നമ്മൾ കെട്ടി നോക്കുമ്പോൾ വെള്ളം മതി, കാരണം 2 ദിവസം കൊണ്ട് അവരിത് എല്ലാം അടയ്ക്കും. പിന്നെ PVC കൊണ്ട് തിരിയുന്നിടത്ത് വേറൊരു ലാഭം കൂടെ കാണുന്നുണ്ട്. ഒരു മരമാണെങ്കിൽ ചില പറ്റിയ നമ്മൾ മംഗലമൊക്കെ ആണെങ്കിൽ ഒരു മുകളിലൊരു ഒന്നെങ്കിൽ ഒരു പാളമൊക്കെ അല്ലെങ്കിൽ ഒരു തുണിയൊക്കെ ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ തടിയോ ഇവിടെ പ്രകാശം മറയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് മുതൽ 1 ഇഞ്ച് കനത്തി വരെ അവരതിൻ്റെ പശ ഉപയോഗിക്കേണ്ടി വരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ ഒരു വിട ഉടയ്ക്കാൻ വേണ്ടി തടിക്ക് ഉപയോഗിക്കുമ്പോൾ ഈ PVCക്കകത്ത് ഒരിക്കലും ആ പശ അവർക്ക് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. തൂണ് നിർമ്മിക്കാനും മെഴുകോളം നിർമ്മിക്കാനും മാത്രമേ ഇവരുടെ ആവശ്യം മാത്രം ഈ പശ ഉപയോഗിക്കാവൂ. പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഈ ട്യൂബ് ഇവിടെ മെയിൻ്റെനൻസ് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കൂ. വേറെ ഇവർ അരക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പം അരക്കിൻ്റെ ദൗർലഭ്യം വളരെയധികമായിട്ട് അവർക്ക് നേട്ടമുണ്ട്. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് ചേർന്ന സ്ഥലത്ത് പെട്ടെന്ന് ഇത് നമുക്ക് ഇവർക്ക് തേൻ നിറയാം. കഴിഞ്ഞ വർഷം ഒരാൾ പറഞ്ഞ ഇതിൻ്റെ അകത്ത് എൻ്റെ ഒരു ശിക്ഷനാണ്. പുള്ളി ഇതിൻ്റെ നീളം ഒന്ന് കൂട്ടി 1 ലിറ്റർ തേങ്ങ പോലെ ആക്കുന്നത്. പുള്ളി ഇച്ചിരി ഫോറസ്റ്റ് ഏരിയ ആവുള്ളൂ, 6 1 ലിറ്റർ തേങ്ങ കിട്ടി. അതുപോലെ 3 തവണ തിരഞ്ഞെടുത്താറുണ്ട്. പക്ഷെ നമ്മൾ എല്ലാം എങ്ങനെയാ അതെ ഒരു വർഷത്തിൽ അതേ വർഷം തന്നെ എന്നാൽ എങ്ങനെ ഓരോ സ്ഥലത്തിൻ്റെയാണ്. നമ്മൾ കണ്ടിട്ട് കാര്യമൊന്നുമില്ല.
ഇവിടെ ഞങ്ങളിവിടെ ഒന്ന് ആകെ വിലയിരുത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ ആകെ ഈ ഇത്ര ഒരു സോഴ്സ് ഇവിടെ നമ്മളധികം കാണുന്നില്ല ഈ പ്ലേസിൽ. ചെറുതായിട്ട് ഒരു ലിറ്റർ കിട്ടുന്ന പെട്ടി നമുക്കുണ്ട്. പക്ഷെ ഇടയ്ക്ക് ഞങ്ങൾ കാണിച്ചു 1 ലിറ്റർ എടുത്ത് കാണിച്ചു പെട്ടിക്കാം. പക്ഷെ സെലക്ട് ചെയ്ത് പറ്റിയത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം 6,500 സ്ക്വയർ സെന്റിമീറ്റർ 250 സെന്റിമീറ്റർ അടുപ്പുണ്ട്. ഞാൻ ഈ കാരറ്റ് ബോക്സിന്റെ അതിന്റെ അകത്താണ് ഈ 38 വർഷം പടക്കുള്ള നീച്ചായിരിക്കുന്നത്. അതുകൊണ്ട് ഒരു റേറ്റ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ ഒരു എണ്ണം കാണിച്ചില്ല, വലിയൊരു ഹാർഡായിട്ട് 2 സെന്റിൽ അത് നമ്മുടെ നാടൻ നേരിച്ചപ്പെട്ട സൂപ്പർ ചേമ്പറിന്റെ അടിയിൽ മുഴുവൻ വില വെച്ചതും അതിന്റെ അകത്ത് 1 ലിറ്റർ തന്നെ ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുടകിൽ ചില സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ നമ്മളവിടെ ഒരു PVC-യുടെ പൈപ്പ് ആദ്യത്തെ മോഡൽ കൊടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കെട്ടിടത്തിന്റെ അതിന്റെ ഒരു ഇട്ടിട്ടുണ്ടോ അത് മുഴുവൻ ഞങ്ങൾ ചെന്ന് കഴിയുമ്പോൾ അതിന് ടൈറ്റായിട്ട് ഇടയില്ല, മുഴുവൻ തേൻ നിറച്ച് വെച്ചിരിക്കുക. അടപ്പോലും തുറക്കും അതുപോലെ നിറച്ച് വെച്ചിരിക്കുക. അവിടെ ഈട്ടിയ അങ്ങനെയുള്ള മറ്റു മരങ്ങൾ അതെ അങ്ങനെയുള്ള സ്ഥലത്ത് തേൻ കിട്ടും. അങ്ങനെയുള്ള സെലക്ട് ചെയ്ത കൂടായിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കൂടിന്റെ വലുപ്പം കൂടുതലാണ്. ഈ തേനീച്ചപ്പെട്ടിയുടെ ഈ ഡിസൈന് ഈ ഡിസൈന് കണ്ടല്ലോ, ഒരു ഗാഡി പോലെയാണ്. ഇത് ആര് കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ബോധന തോമസ് ചേട്ടനാണോ എന്ന് എനിക്കൊരു സംശയം. എനിക്കൊരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഇവിടെ 2 വട്ടം കറച്ചിട്ട് ഇവിടെ മുകളിലൊരു പല ഇങ്ങനെ ഒരു പല വെക്കും. ഇവിടെ ഒരു തോളിൽ ഒരു ആണി വെക്കും, മരത്തിൻ്റെ ഒരു ആണിയുണ്ട് നമ്മുടെ കട്ടിലൊക്കെ വെക്കുന്ന ഒരു ആണി അവിടെ വെച്ചിട്ട്. അപ്പോൾ ഇത് അവിടെ ഞാൻ കാണുന്നത് 95 കാഞ്ഞിരപ്പള്ളിയിലെ മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിലാണ്. വിചാരം തിരിച്ചപ്പറ്റി അതിൻ്റെ മഴ ഷീറ്റ് വാങ്ങിക്കാൻ പോകുന്ന സമയത്താണ് അത് കാണുന്നത്. അപ്പോൾ 2 ആശാരിമാർ ഇരുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പഴയ പത്തയം പൊളിക്കുന്ന അനിയും പ്ലവും കൂടാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന സമയത്ത് ഒരു കൂടിന് 350 രൂപ അന്ന ഒരു വില വരുന്നത് പഴയ തടിക്ക് പണിയുന്ന. അപ്പോൾ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആരും ഒന്നും പറഞ്ഞുതരാനില്ല. അപ്പോൾ അവിടെ ഇത് അത്യാവശ്യം നോക്കാൻ പറ്റുന്ന ചെറുപ്പക്കാരനാണ്. അപ്പോൾ അവിടെ ഒരു പയ്യനുണ്ട്. അപ്പോൾ അവിടെ നോക്കുന്നത് ഞാൻ പുള്ളിയെ കുറച്ച് സോപ്പൊക്കെ ഇട്ടു, കുറച്ച് വാച പഠിച്ചിട്ട് ചോദിച്ചു ഇതിൻ്റെ അകത്തൊക്കെ എങ്ങനെ തേൻ കിട്ടുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ പെട്ടിക്കകത്ത് എങ്ങനെ തേനുണ്ട്. എനിക്ക് മോഡൽ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ലൊരു മോഡല്, സൂപ്പർ ചേമ്പർ വേറെ, ബ്രൂഡ് വേറെ. അപ്പോൾ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു. അന്നേരം ഒരു 10-40 പെട്ടിയോളം അങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. നല്ല കണ്ടീഷനായിട്ട് ചട്ടയൊക്കെ ഇട്ട് തൂക്കിയിട്ടിരിക്കുക. അപ്പം പറഞ്ഞ് ഇതിൻ്റെ അകത്തുനിന്ന് അപൂർവം ചിലതിൻ്റെ അകത്ത് മാത്രമേ തേനുള്ളൂ, ബാക്കിയുള്ളതിനകത്തും ഈച്ചയില്ല. അതെനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി ഈച്ചയില്ല എന്നുള്ളത് മനസ്സിലായി. വളരെ കുറഞ്ഞ ഇനത്തിനകത്ത് തേനീച്ചയുള്ളൂ, ചിലതിൻ്റെ അകത്ത് മാത്രം തേൻ കിട്ടുന്നുണ്ട്, അങ്ങനെ തേനുണ്ട്. ബാക്കിയുള്ളതിനകത്ത് ഈച്ചയില്ല, ഈച്ച ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് വിറ്റ് പോകുന്നുണ്ട് ഈ കൂട്. ഇത് ബോധന തോമസേട്ടനൊക്കെ അവരുടെയൊക്കെ സ്റ്റാളിലൊക്കെ ധാരാളം വിൽക്കുന്നുണ്ട്. ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകതയെ പറ്റി അവർക്കറിയത്തില്ല എന്നിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ പോക്കറ്റിൽ അത്ര വലിയ പൈസ ഒന്നുമില്ല. വേറെ അവിടെ ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്താണ് ഞാൻ ആ പെട്ടി ഒന്ന് നോക്കി. ആ പെട്ടി അവിടെ തന്നെ വെച്ചു. പെട്ടി അവിടെ വെച്ച് ഇദ്ദേഹത്തിനോട് വിവരമെല്ലാം ചോദിച്ചു. വിവരങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കി. അതെന്താ കിട്ടുന്നില്ല എന്ന് മനസ്സിലായി. ഉടനെ എനിക്ക് അതിൻ്റെ വിവരം മനസ്സിലായി എന്താണുള്ളത്. ഉടനെ ഞാൻ വീട്ടിൽ വന്ന ഉടനെ ഈ പെട്ടിയുടെ മോഡൽ നേരെ ഉണ്ടാക്കി. എനിക്കൊന്ന് കണ്ടാൽ മതി എനിക്ക് മോഡൽ, അല്ലാതെ തന്നെ എനിക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനത് ഉണ്ടാക്കിയപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഞാൻ അവരുടെ അളവ് അങ്ങനെ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി കണക്കാക്കിയിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ 2300 സ്ക്വയർ സെൻറ്റിമീറ്റർ സ്പേസ് ബ്രൂഡിന് തന്നെയാണ്, ഇതിന് തന്നെയാണ്. മുകളിലത്തേനും ഉണ്ട് 2300. അപ്പോൾ 4200 സ്ക്വയർ സെൻറ്റിമീറ്റർ വ്യാസം ഇതിന് കൊടുത്തിട്ടുണ്ട്. ഉടനെ ഞാൻ ആദ്യമേ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ മരമായ വട്ടത്തടിയല്ല നിൽക്കരുത് എനിക്കറിയാം, പക്ഷെ പെട്ടെന്ന് കിട്ടിയ മരം അതാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ സ്പേസ് കൊടുത്തിട്ട് ഇത് കൂടുണ്ടാക്കി അതുപോലെ വെച്ചു. പക്ഷെ ഇത് ശരിക്ക് തേനങ്ങോട്ട് മുകളിലോട്ട് നടന്നു. ഇത് മുകളിലോട്ട് വെറുതെ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇവിടെ ഒരു പലയുണ്ടാവും. ആ കുറ്റി അങ്ങ് ഊരി വിട്ടു, ഈ അടപ്പ് നിറച്ചതിന് പോകും. ഇത് വട്ടയതുകൊണ്ട് ഇത് പൊട്ടിച്ചിട്ട് എടുക്കേണ്ടി വന്നു. അതിൻ്റെ പിന്നത്തെ കൊണ്ട് വേറെ തന്നെ ഉണ്ടാക്കിയതുണ്ട്. ആദ്യം ചെയ്ത് വട്ടല. പക്ഷേ ഇതെന്താ പറഞ്ഞാൽ തേനെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത് മുഴുവൻ പൊട്ടി വെച്ചു. കാരണം ഈ അടപ്പ് നിറച്ച് തേനാണ്. അവർക്ക് പറ്റിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പെട്ടിക്കകത്ത് 2300 സ്ക്വയർ സെൻറ്റിമീറ്ററിനുള്ളിൽ ഈച്ച എടുത്ത് വെച്ചതാണ്. അപ്പോൾ അത്ര ഈച്ച ഉള്ളിടത്ത് അത് ശരിയായില്ല. കാഞ്ഞിരപ്പള്ളി ഏരിയ ആണ്. പക്ഷേ അവിടെ നല്ല സെറ്റ് മാത്രം സെലക്ട് ചെയ്ത ഈച്ച മാത്രം ആദ്യം നമ്മൾ ഇത് ചെയ്യുക, ഈച്ച ധാരാളം പിടിക്കാൻ നോക്കും. രണ്ടാമത് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും തേൻ കിട്ടുന്ന കോളനികൾ ഏതാണോ നാടൻ തേനീച്ച ഏതാണോ നമ്മളതിൻ്റെ ഒരു വെറൈറ്റി പെരുക്കാൻ നോക്കും. അങ്ങനെ എടുക്കുന്ന സമയത്ത് തന്നെ ഈ തീരെ ചെറുതല്ലാതെ വലിയൊരു കോളനി അവർ വെച്ചിരുന്നെങ്കിൽ ആ സെറ്റ് കിട്ടും.
ഇനി ഒരുപാട് പെട്ടി ഇല്ലാത്തടത്ത് 4-5 കൂടെ ഇരിക്കുന്നിടത്താണെങ്കിൽ പെരുകാൻ സാധ്യതയുള്ളിടത്താണെങ്കിലും അവർക്ക് പെരുകി വരാൻ പറ്റും. അല്ലെങ്കിൽ അത്ര സ്പേസ് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഉടനെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രൂപകൽപ്പന മാറ്റിയിട്ട് അതിൻ്റെ വലിപ്പം കുറച്ചു. അത് മാത്രമാണ് ആദ്യം ചെയ്തത്. പിന്നീട് അതിൻ്റെ മുകളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് സൂപ്പർ ചേമ്പറായിട്ട് വരുന്നത്. ഇത് കമ്പളിച്ച് വെക്കണം. ഈ ഗാഡിക്കകത്തുള്ളിൽ കിടക്കും. വളരെ എളുപ്പമുണ്ട്, നല്ല ഇവിടെയുണ്ട്. പക്ഷേ ഇത് തിക്കി എടുത്തിട്ട് വേണം പൊക്കാൻ, ഇല്ലെങ്കിൽ ഇത് പൊങ്ങി വരില്ല. മെഴുക അരക്കൂടെ പിടിപ്പിച്ചിട്ട്. രണ്ടാമത് ഇത് തേൻ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ബാക്കിയുള്ള തേൻ മുഴുവനും പൊട്ടി ഒഴുകി നാശമാകും. അപ്പോൾ അതൊരു നമുക്കൊരു അസൗകര്യമായി, കുറേ അങ്ങനെ ചാകുകയും ചെയ്യും. ഇത് ഈ 2 കാരണമാണ് ഇതിനകത്തുള്ളത്. പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലൊരു ചിരട്ട വെച്ചു. ഇതിൻ്റെ പലകയുണ്ടല്ലോ ഇടയ്ക്കത്തെ ബ്രൂഡിന് മുകളിൽ നേരത്തിന് മുകളിൽ ചിരട്ട കാണിച്ചു. ചിരട്ട കാണിച്ച് വെച്ചാൽ ചിരട്ട നിറച്ചതിനാവും. അല്ല, ചൂടുന്നുള്ളതല്ല, സ്പേസ് കുറഞ്ഞു. അടി നിറഞ്ഞാൽ മുകളിൽ ചിരട്ടാകും. അപ്പോൾ നമുക്ക് ആ ചിരട്ടയ്ക്കകത്ത് എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ബാക്കി പെട്ടി നമുക്ക് സ്വതന്ത്രമായിട്ട് കിട്ടും. പക്ഷേ അതിനൊരു മാനദണ്ഡമൊന്നുമില്ല, ഒരു ഐക്യരൂപമൊന്നുമില്ല. അതിൻ്റെ പിന്നീട് മറ്റേ കൂടുതലൊക്കെ ഡെവലപ്പ് ചെയ്തപ്പം ഇതിൻ്റെ ആ മോഡലിന് പകരം ഈ എക്സ്ക്യൂഡർ വെച്ചിട്ട് വേറെ സാധനങ്ങളുണ്ട്, PVC വെച്ചിട്ട് അങ്ങനെ പല രീതിയിലും മോഡലുകൾ മാറ്റി ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റി. പിന്നെ ആ മോഡൽ ഒന്നുകൂടെ പിന്നെ ഇപ്പോൾ ഒരു പരിഷ്കരിച്ചിട്ടുള്ളതാണ്. ഇപ്പം ഈ പൈപ്പ് എന്ന് പറയുന്നത് എൻട്രൻസ് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ട്രിപ്പിന് ഉപയോഗിക്കുന്നില്ല, ട്രിപ്പ് ഇറിഗേഷന് ഉപയോഗിക്കുന്ന, തൊള്ളിനനയ്ക്ക് ഉപയോഗിക്കുന്ന ട്യൂബാണ്. ഇത് എന്ന് പറഞ്ഞാൽ 10 mm ആയിരിക്കും. 10 mm പൈപ്പ്. ഈ 10 mm പൈപ്പ് നേരത്തെ ഞങ്ങൾ അരേഞ്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ 12 mm പൈപ്പാണ്. അതിനേക്കാൾ കുറച്ചുകൂടെ ഹോള് കുറഞ്ഞാണ് കുറച്ചുകൂടെ അവർക്ക് ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഇത് കടപ്പാണ്. പിന്നെ ഇത് എങ്ങനെയായാലും നമ്മൾ PVC, ഇത് ആദ്യം PVC ആണ് ചെയ്ത് കൊടുത്തത്. പിന്നെ കറുത്ത ട്യൂബുകളും പിന്നെ ഇതിന്റെ കണക്ടർ, പിന്നെ അതിന്റെ വാഷർ, ഈ വാഷർ കുറച്ച് കഴിഞ്ഞാൽ ഉരുകി പോകും, റബ്ബർ വാഷർ ഉരുകി പോകും കുറെ കഴിയുമ്പോൾ. അങ്ങനെയെല്ലാം നോക്കിയിട്ട് ഈ സാധനം മാത്രം നമ്മൾ വലിച്ചു പിരിച്ചാലും ഒരു 20 വർഷം കഴിഞ്ഞിട്ട് പറമ്പിട്ടാലും ഇതിന് കേടില്ല. ഇത് 8 mm പോരാ. ഇത് ഉള്ളെട്ടമ്മേ വരുള്ളൂ. പുറം 10 ഉണ്ടെങ്കിൽ ഉള്ളെട്ടമ്മ വരുന്നു. അവരുടെ ആംഗിളുണ്ട്, ഇതിന്റെ ട്രിപ്പിന്റെ ആംഗിൾസ് ഉണ്ട്, അതാണ് കറക്റ്റാണ്. ഒരു ആംഗിൾ ഒരു പീസ് പിന്നെ അനങ്ങില്ല. അതുകൊണ്ട് അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഇതാണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. ഇത് പുറമോ അപ്പൊ എല്ലായിടത്തും കിട്ടും. ട്രിപ്പ് തൊള്ളി തന്നെ എവിടെ കിട്ടുമോ അവിടെ കൂടെ എല്ലാം മെയിൻ കേന്ദ്രങ്ങളിലും കിട്ടും. അപ്പൊ ഇതിന്റെ കറുപ്പ് പിന്നെ ഇത് ഫ്ലെക്സ് ആണ്. പിന്നെ ഇത് പൊട്ടി പോകുന്നില്ല. ഇതുണ്ടോ, ഇങ്ങനെ ഞെക്കിയാലും നമുക്ക് അയാ കെട്ടാൻ കൊള്ളാം, വള്ളിക്ക് കെട്ടാൻ കൊള്ളാം. ഇത് സാധനം പൊട്ടി പോകും. അപ്പോ ഇതിന്റെ എക്സ്ക്യൂഡർ എന്ന് പറയുന്നതിന്റെ അകത്ത് ഇതുപോലെ ചിലരും ചോദിക്കും, ഒരു സംശയം പലരും ചോദിക്കാറുണ്ട്. ഈ മോളോട്ട് റാണി ബേഡ്സ്കറിനെ അല്ലെങ്കിൽ എക്സ്ക്യൂഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാണിയെ മോളോട്ട് കയറാതിരിക്കാനുള്ള കുറഞ്ഞ പൊത്തിടുക എന്നാണ് നമ്മുടെ നാടൻ നെരിച്ചിക്ക് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേലക്കാരി ഈച്ചയ്ക്ക് കിടക്കുന്ന പൊത്തുകൂടെ അവർക്ക് കിടക്കത്തുള്ളൂ, റാണി കിടക്കത്തില്ല. റാണിക്കാണെങ്കിൽ കുറെ കൂടെ വലിയ ഹോൾ വേണം. അപ്പം വേലക്കാരി ഈച്ച കിടക്കാനുള്ള പൊത്തിടുക എന്നുള്ളതാണ് എക്സ്ക്യൂഡർ ഷീറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്കിൽ ഇതിന് എക്സ്ക്യൂഡറിന് അങ്ങനെ ഒരു മാനദണ്ഡമില്ല. 1-2 തേനീച്ച പൊത്തിടുന്നിടത്ത് അങ്ങനെ ഇടാവുള്ള നിലയിൽ പറഞ്ഞ് വെക്കാറുണ്ട്. അത് തെറ്റാണ്. കാരണം നമുക്ക് ഇത് ഒരു വലിയ തത്വമാണ്. ഇത് പ്ലാസ്റ്റിക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ താഴെയാണ് ബ്രോഡ് ഇരിക്കുന്നത്. ഇപ്പൊ മുകളിലോട്ട് പോകണമെങ്കിൽ നേരെ മുകളിലോട്ട് കയറണം റാണി. ഈ പ്ലാസ്റ്റിക് കൂടെ മുകളിലോട്ട് കയറണം. ആ റാണിക്ക് പേടിയാണ്. റാണിയുടെ ചിറകിന് നീളം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് അടിയിൽ നിന്ന് ഇങ്ങോട്ട് കയറില്ല. അതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ട്യൂബ് അവിടെ കൊടുക്കുന്നത്. ഇതിന്റെ വണ്ണമല്ല പ്രധാനം, ഇതിന്റെ മെതേഡാണ്. ഇതുകൊണ്ടാണ് നമ്മൾ കെണിക്കൂട് വെക്കുമ്പോൾ നമ്മൾ ട്യൂബ് കൊടുക്കാറുണ്ട്. അത് ഒരു കാരണവശാലും മുകളിലോട്ടോ താഴോട്ടോ കെണിക്കൂടിന് കൊടുക്കാൻ പാടില്ല, വിധാനമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പം മുകളിലോട്ട് നമ്മൾ കൂട് വെച്ചിട്ട് കാലിക്കൂട് വെച്ചിട്ട് ഇവിടുന്ന് ഒരു ട്യൂബ് കണക്ഷൻ മുകളിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കയറി കിട്ടില്ല. താഴോട്ട് നേരെ താഴോട്ട് വെച്ചാലും കയറി കിട്ടില്ല. കാരണം റാണി അതിൻ്റെ അകത്തോട്ട് പാസ് ചെയ്യാൻ റാണിക്ക് പേടിയാണ്, റിട്ടേൺ അടിക്കും. അതുകൊണ്ട് ചാര് സ്റ്റെയറിന്റെ ചാരിവോ അല്ലെങ്കിൽ വിധാനമോ അനുഷ്ഠിക്കാവോ കൊടുക്കാവോ. അപ്പം നേരെ കുത്തനെ മുകളിലോട്ടോ കുത്തനെ താഴോട്ടോ കൊടുക്കാൻ പാടില്ല.
അത് ആ ഒരു തത്വം മാത്രമാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ മുകളിൽ ബോക്സ് ഇല്ലേ? അതെ, ഇതിന്റെ മുകളിൽ ഇത് വൈറ്റ് ഷീറ്റാണ്. ഈ സാധനമാണ് നമ്മൾ ഇത് തേക്കിന്റെ പാനൽ, തേക്കപ്പളമൊക്കെ പാനൽ ചെയ്യുക, നല്ല സാധനം ഏത് വേണമെങ്കിലും പാനൽ ചെയ്യുക. അതാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ മുകളിൽ വൈറ്റ് ഷീറ്റ് റൗണ്ട് ഇട്ട് മുറിച്ച് അതിന്റെ മുകളിലോട്ട് വെച്ചു. ഇതിന്റെ മുകളിലോട്ട് ഈ തടിയുടെ മുകളിലോട്ട് വെച്ചു. മറ്റേത് മെഴുക് കൂട്ടിയിട്ട് അവർ താഴത്ത് വൈറ്റ് ഷീറ്റ് കൊടുത്തിരുന്നു. ഇത് വെക്കുമ്പോൾ നമുക്ക് ഈ തടി വെക്കാനായിട്ട് മെഴുക് പിടിക്കുന്നില്ല. ഇതിന്റെ മുകളിൽ നമ്മൾ ഇത് വെക്കുന്നതോടെ ഇത് ക്ലോസ് ആയി. ഇതിന്റെ അകത്ത് ഈച്ചയ്ക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ തേനെടുക്കാൻ വേണ്ടി നമുക്ക് ഈ സാധനങ്ങൾ എടുത്താൽ മതി. ചേമ്പെടുത്താൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടി റെഡിയാവുന്ന ഇതങ്ങ് എടുത്തു കഴിഞ്ഞാൽ അടി റെഡിയാവുന്ന നമുക്ക് നേരെ ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് കാണാനും പറ്റും. അതെ, അല്ലല്ല, ഡിവിഷൻ ചെയ്യണമെങ്കിൽ ഈ PVC-യുടെ ഡിവിഷൻ ചെയ്യുന്ന അത്ര തന്നെ എളുപ്പമില്ല. ഈ വൈറ്റ് ഷീറ്റ് അങ്ങോട്ട് എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തായിരിക്കും മുട്ട അടിക്കുന്നത്. 2 ലെയർ മുട്ട മാത്രം ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് പൂമ്പൊടിയോ തേനോ ഒന്നും പൊട്ടി അടിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് റാണിമുട്ടയും കാണാം. ആ വെളുത്ത മുട്ടയും പിന്നെ നമ്മൾ റാണിമുട്ടയോട് കൂടി ഇങ്ങോട്ട് എടുക്കാം. റാണിയോട് ഇരിക്കട്ടെ നോക്കുക. അത്രേ ചെയ്യണം. വേണമെങ്കിൽ ഇത് പൊക്കിയെടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ നമുക്ക് പൊക്കിയെടുക്കാം. നല്ല നൈസ് കത്തിക്കൊണ്ട് ഇവിടെ ഒന്ന് പിടിപ്പിക്കാം. പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് പൊക്കിയെടുക്കാം. അങ്ങനെ പൊക്കിയെടുക്കാണ്ട് തന്നെ ഇത് ഡിവിഷൻ ചെയ്യാം. പറ്റൂല, അല്ലാതെ തന്നെ കാണാം. ഇത്ര ആയിട്ടുള്ളൂ, അത്രയ്ക്ക് മുട്ട ഉണ്ടാവുള്ളൂ. ഇത് വലിയ ന്യായമായിട്ട് തേൻ കിട്ടാൻ. അല്ല, ഹൈറ്റ് 3 ഇഞ്ചാണ് ഹൈറ്റ് കൊടുക്കണം. അത് പിന്നെ നമുക്ക് ഇത് ഒരു മിനിമം എന്ന് പറയുന്നത് ഇത് താഴെ ഈ ബോക്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പടി കഴിഞ്ഞാൽ ഏകദേശം 1400 സ്ക്വയർ സെന്റിമീറ്ററും ഇതും അത്രയും കൂടെ വരുന്നുണ്ട്. 2600ഓളം വരുന്നുണ്ട്, ടൺ കൂടെ വരുന്നു. അപ്പോൾ ഇത് നേരെ തിരിച്ചു ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കൊരു 1200 1300 താഴെ ഈ സ്പേസ് കിട്ടുന്നു. അപ്പോൾ ന്യായമായിട്ട് തേനീച്ചയ്ക്ക് ചൂട് കിട്ടുകയും ചെയ്യും, ഒതുങ്ങുകയും ചെയ്യാവുന്ന ഒരു രീതിയിലാണ്. അല്ല, ഇതിന്റെ അളവായിട്ട് പറയുന്നത് ഏറ്റവും എളുപ്പം കണക്ക് കൂട്ടാൻ എളുപ്പം 12 mm ചതുര ഉള്ളെടുത്താൽ മതി. 12 അല്ലെങ്കിൽ 5.5 ഇഞ്ച് അല്ലെങ്കിൽ 12.5 സെന്റിമീറ്റർ 12.5 സെന്റിമീറ്റർ ഉള്ളളവ് ചതുരം. അങ്ങനെ രണ്ടെണ്ണം. ഹൈറ്റ് വരുമ്പോൾ ഇത് 7.5 mm. 7.5 8 കുഴപ്പമില്ല. അത് സെന്റിമീറ്റർ. ഇത് 4 ഇഞ്ച്. എങ്ങനെ എങ്ങനെ 4 ഇഞ്ച് പൈപ്പ് 3 ഇഞ്ച് ഹൈറ്റ്. സ്റ്റാൻഡേർഡൈസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ഒരേ മോഡൽ ഇത് ഉണ്ടാക്കുന്നത് ഈ അളവിൽ തന്നെ. 4 ഇഞ്ച് പൈപ്പ് എത്ര ഇഞ്ച് നീളം വേണം? 3 ഇഞ്ച്. അല്ല, ഇത് 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 നമുക്ക് നോക്കാം. ഇത് നല്ല തടി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. മുള്ളുവേങ്ങ നല്ലതാണ്, പ്ലാവ് നല്ലതാണ്. നമുക്ക് ഏറ്റവും കിട്ടാൻ എളുപ്പം പണിയാൻ എളുപ്പമുള്ള 8 സെന്റിമീറ്റർ. 8 സെന്റിമീറ്റർ കാല് ഉൾപ്പെടെ 8 സെന്റിമീറ്റർ. ആ 8 സെന്റിമീറ്ററാണ് അതിന്റെ എങ്ങനെയാ റീപ്പർ. നിങ്ങൾ കിണറിന് അകത്ത് വെട്ടികൾ കിട്ടുന്ന കാണുന്നില്ല. പൊട്ടിക്കേണ്ട ആവശ്യമില്ല, പൊട്ടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സർവീസ് കുറവാണെങ്കിൽ ഒരെണ്ണത്തെ എങ്ങനെ മെഴുക് പൊട്ടിക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരെണ്ണത്തില് ഒരു പടിയെ മാത്രം മെഴുക് വെക്കുക. എന്നിട്ട് അതിന്റെ അകത്ത് ഒരു പടി ഇങ്ങനെ വെക്കുക. ബാക്കി ഇങ്ങനെ ഇതേ അടിക്ക് വെച്ചിട്ട് അവസാനത്ത് ഒരെണ്ണം ടൈറ്റം കഴിച്ചാൽ ഇതിന് പശൊന്നും. 4 കാല് മാത്രം. എങ്ങനെ ഇത് 8 സെന്റിമീറ്റർ. 8 സെന്റിമീറ്റർ. എങ്ങനെയാ റൗണ്ടിലെ തേന്റെ അളവ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് 1/2 ലിറ്റർ ഉള്ളതാണ്.